മാതൃസ്പർശത്തിലെ നമ്മൾ ഒക്ടോബർ മാസം നമ്മൾ കൊടുത്തത് രാമൻകുളങ്ങരയിലൊരു വീട്ടിലായിരുന്നു. നമ്മുടെ ഒരു പേഷ്യൻ്റ് തന്നെ അനിയനാണ്. അദ്ദേഹം ഒരു ഡിഫിക്കൽട്ട് ഡെലിവറി ആയിരുന്നു. 22 വയസ്സുണ്ട് ഇപ്പം. അംബിക എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ മകനാണ്. വളരെ ബുദ്ധിമുട്ടി ഒരു ഡെലിവറി സംഭവിച്ചപ്പോൾ ബ്രീച്ചായിരുന്നു. അപ്പം ശരിക്കും കഷ്ടപ്പെട്ട് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ സ്പൈനൽ കോഡിലോട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ ചെറിയ പ്രശ്നങ്ങൾ പറ്റുകയും അങ്ങനെ ഒരു പാരാലിസിസ് എന്നുള്ളൊരവസ്ഥയിൽ വരികയും ചെയ്യുന്നു. കിടപ്പിലാണ്. മാനസികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും കഷ്ടത അനുഭവിക്കുന്ന ഒരു ഫാമിലിയായിട്ടാണ് തോന്നിയത്. അംബികയുടെ ഹസ്ബൻഡിനും ജോലിയൊന്നുമില്ല, അദ്ദേഹത്തിനും അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവർക്കൊരു സഹായം കൊടുക്കാൻ പറ്റിയതിൽ ശരിക്കും സന്തോഷം തോന്നുന്നു. ഈ മാതൃസ്പർശത്തിലെ എല്ലാവർക്കും അതിന് നന്ദി പറയുന്നു. എന്താണ് മാതൃസ്പർശമെന്ന് എനിക്ക് തോന്നുന്നു അറിഞ്ഞുകൂടാത്തവർ പറയുകയാണ്. നമ്മൾ കുറച്ച് 2-3 വർഷം മുന്നേ നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ്. കുറച്ച് ഗർഭിണികൾ, ഒരു സാധാരണ ഒരു കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റലിലെ ഗർഭിണികൾ ചേർന്ന് തുടങ്ങിയതാണ്. അതിൽ ഞാനൊരു ഭാഗമായിട്ട് പോകുന്നു. എല്ലാ മാസവും നമ്മൾ ഒരു വ്യക്തിക്ക് നമുക്ക് കിട്ടുന്ന റിക്വസ്റ്റിൽ നിന്ന് ഒരു രോഗിയെ തിരഞ്ഞെടുക്കുകയും, രോഗിയോ എന്തോ ഒരു സഹായം ലഭിക്കേണ്ട ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് നമ്മളാൽ കഴിയാവുന്ന ഈ മാതൃസ്പർശത്തിലെ കൂട്ടായ്മയിലുള്ള എല്ലാവരും ചെറിയൊരു തുക ഇടുകയും നമ്മളാൽ കഴിയാവുന്ന ആ തുക അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതിപ്പോൾ നമ്മളൊരു 1.5-2 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അതിന് സഹായിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു വ്യക്തി ഇപ്പോൾ എനിക്കൊരു നല്ലൊരു എമൗണ്ടൊക്കെ കിട്ടും, 25,000 ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ കുട്ടിയെ സഹായിക്കാൻ ഒരു വ്യക്തി 40,000 എടുത്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ അവരോടെല്ലാം അത്രയും വലിയൊരു എമൗണ്ട് എടുത്തതിന് അവരുടെ ആ ഒരു മനസ്സും കൂടെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അവർക്ക് മാത്രമല്ല 50 രൂപ ഇട്ട വ്യക്തിക്കാണെങ്കിലും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.